ബാക്ക് വൺസ് അഗെയിൻ ടു റോസിക്കുട്ടൻസ് വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഭയങ്കര സന്തോഷം. നമ്മൾ കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പിന് വേണ്ടിയിട്ട്. നമ്മൾ കഴിഞ്ഞ കൊല്ലം പാരീസിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൊട്ട് നമുക്കിങ്ങനെ നെക്സ്റ്റ് ഏത് കൺട്രിയിലേക്ക് പോകും, നെക്സ്റ്റ് ഏത് കൺട്രിയിലേക്ക് നമ്മളിങ്ങനെ ചെറിയ പ്ലാനിങ്ങും കാര്യങ്ങളും. ഇപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് സമയവും. നമ്മളിപ്പോൾ ഒരു 3-4 മന്ത്സിന് മുന്നേ വിസ ആപ്ലിക്കേഷൻ അങ്ങനത്തെ പ്രോസസ്സൊക്കെ ചെയ്തായിരുന്നു. എനിക്ക് മാത്രമാണ് വിസ വേണ്ടി വന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി നമ്മളിപ്പോൾ ഒരു യൂറോപ്യൻ കൺട്രിയിലേക്കാണ് നമ്മൾ ഇപ്രാവശ്യവും പോകുന്നത്. കാരണം ഇവിടുന്ന് ഏറ്റവും നമുക്ക് ആ ഒരു ഹോളിഡേൻ്റെ ആ ഡേയ്സും ഒക്കെ വെച്ചിട്ട് ഏറ്റവും എളുപ്പം നമുക്ക് ഏതെങ്കിലും യൂറോപ്യൻ കൺട്രിയിലേക്ക് പോകാനായിട്ടാണ്. അപ്പോൾ ഒരു നമുക്കൊരു 5-6 ഡേയ്സ് നമുക്ക് നല്ലൊരു ട്രിപ്പ് നമുക്ക് കിട്ടും. അപ്പോൾ എന്തായാലും നമ്മളൊരു യൂറോപ്യൻ കൺട്രിയിലേക്കാണ് പോകുന്നത്. ഏതാണ് കൺട്രി എന്നുള്ളത് ഞാനിപ്പോൾ പറയുന്നില്ല. നിങ്ങൾ എന്നാലല്ലേ നിങ്ങൾക്ക് വീഡിയോ കാണാനായിട്ട് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുള്ളൂ. എന്തായാലും നമ്മളിപ്പോൾ ലഗേജൊക്കെ എടുത്തു വെച്ച് എല്ലാം പാക്ക് ചെയ്ത് സെറ്റാണ്. നമ്മൾ കുറേ നാളായിട്ട് ആഗ്രഹിച്ച ഒരു സ്ഥലം എന്നും കൂടെ വേണമെങ്കിൽ പറയാം. നമ്മൾ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നമുക്ക് ഇത് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. കപ്പിൾ ട്രാവൽ ഡെസ്റ്റിനേഷനാണ്. അപ്പോൾ നമ്മൾ പോകാനൊക്കെ ആയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്, എൻജോയ് ചെയ്യാനായിട്ട്. എന്തായാലും നല്ലൊരു അടിപൊളി സ്ഥലവും ഒക്കെയാണെന്ന് വിശ്വസിക്കുന്നു. ക്ലൈമറ്റും ഈ ഒരു സമയം നല്ലൊരു ക്ലൈമറ്റും കൂടിയാണ് അവിടെ. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വാച്ച് ദ വീഡിയോ. അപ്പോൾ വന്നു നമ്മൾ എയർപോർട്ടിലേക്ക്. ഇപ്പോൾ ഏകദേശം ഒരു 3:45 അവറായിട്ടുണ്ട് വെളുപ്പിന്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. നമ്മൾ ലണ്ടൻ ഗാറ്റ്വിക് എയർപോർട്ടിലേക്ക് പോവാണ്. ഇനി അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള എയർപോർട്ടിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാം. നമ്മളിപ്പോൾ ഗിൽഫേർഡ് ട്രെയിൻ സ്റ്റേഷനിൽ എത്തിയേക്കാണ്. നമ്മളിവിടെ ഒരു 4 മണിയായപ്പോൾ എത്തിയിട്ടോ. അപ്പോൾ ഇവിടെ വന്ന് നോക്കിയപ്പോഴാണ് ഓട്ടോമാറ്റിക് ഡോറുകളൊന്നും ഓപ്പൺ ആവുന്നില്ല. അപ്പോൾ നമ്മൾ ചോദിച്ചാൽ എന്താണോ സ്റ്റക്കായിട്ട് എന്തോ. അപ്പോൾ 4:30ക്കാണ് ഗിൽഫേർഡ് ട്രെയിൻ സ്റ്റേഷൻ ഇവിടെ ഓപ്പൺ ആവുന്നത്. ഏർലി മോർണിംഗ് 4:30ക്ക്. അപ്പോൾ നിങ്ങളെങ്ങാനും നാളെയും മറ്റന്നാളൊക്കെ ഇനി ഫ്യൂച്ചറിലൊക്കെ നിങ്ങളിവിടെ വരുവാണെങ്കിൽ നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കുക. ഞങ്ങളിപ്പോൾ പുറത്ത് തണുപ്പത്ത് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. കാരണം 4:15 സമയമായിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും 5 മണിക്കാണ് നമ്മുടെ ട്രെയിൻ വരുന്നത്. അപ്പോൾ 4:30ക്ക് ഓപ്പൺ ചെയ്യുമ്പോഴാണ് നമുക്ക് ഉള്ളിലേക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പുറത്ത് വെയിറ്റ് ചെയ്യാണ്. നിങ്ങൾ പിന്നെ ഫ്യൂച്ചറിൽ ട്രെയിൻ സ്റ്റേഷനിൽ വരികയാണെങ്കിൽ നിങ്ങൾ അവിടെ എപ്പോഴാണ് ട്രെയിൻ സ്റ്റേഷൻ ഓപ്പൺ ആവുന്നതെന്ന് നിങ്ങൾ നേരത്തെ തന്നെ വിളിച്ച് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ ആ കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ നമ്മളുടെ ടിക്കറ്റൊക്കെ ഓൾറെഡി നമ്മൾ ട്രെയിൻ ടിക്കറ്റൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് നിങ്ങളുടെ വാലറ്റിലേക്ക്, ഗൂഗിൾ വാലറ്റിലേക്കോ അല്ലെങ്കിൽ ആപ്പിൾ വാലറ്റിലേക്കോ ഒക്കെ നിങ്ങൾക്ക് സേവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിപ്പോൾ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു പ്ലാറ്റ്ഫോം 8ലാണ് ഓൺ ടൈമാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ട്രെയിൻ സ്റ്റേഷൻ ഓപ്പൺ ആവാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് സ്കാൻ ചെയ്ത് ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പ്ലാറ്റ്ഫോം വരുന്നത് 8th പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ നമുക്ക് അവിടേക്കാണ് ഡയറക്ഷൻ കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും പ്ലാറ്റ്ഫോമിൻ്റെ അവിടേക്ക് പോകാൻ നമുക്ക്. നമ്മുടെ പ്ലാറ്റ്ഫോം കണ്ടുപിടിച്ചു, 8th പ്ലാറ്റ്ഫോം. അപ്പോൾ ഇവിടെ ട്രെയിൻ ഓൾറെഡി ഉണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ ബുക്ക് ചെയ്തപ്പോൾ ഓർമ്മയുണ്ട്. ഇതാണ് ഇന്നത്തെ ഫസ്റ്റ് ട്രെയിൻ വരുന്നത്. ഗാറ്റ്വിക് എയർപോർട്ടിലേക്കുള്ള ഫസ്റ്റ് ട്രെയിനാണ് 5:15 അപ്പോൾ നമ്മൾ ഫസ്റ്റ് ട്രെയിനിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പോകണം. ഒരു 1/2 മണിക്കൂറും കൂടിയേ ഉള്ളൂ.
നമ്മളാകെ ഡിസപ്പോയിൻറ്റഡ് ആയിട്ടിരിക്കുകയാണ്. നമ്മുടെ ട്രെയിന് ലാസ്റ്റ് നിമിഷമാണ് ക്യാൻസലായെന്ന് പറഞ്ഞ് ഏകദേശം ഒരു 10 മിനിറ്റിന് മുന്നെയാണ് അവരൊന്ന് പറയുന്നത് ട്രെയിൻ ക്യാൻസൽഡ് ആണെന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ അടുത്ത ട്രെയിൻ നമ്മൾ പോകാൻ പോവാണ്. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ നമ്മുടെ ഈ ടിക്കറ്റ് തന്നെ നമുക്ക് നെക്സ്റ്റ് ട്രെയിന് യൂസ് ചെയ്യാം. ബട്ട് അടുത്ത ട്രെയിന് നമുക്കൊരു ട്രാൻസ്ഫർ ചേഞ്ച് വരുന്നുണ്ട്. വേറൊരു സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നമ്മൾ അടുത്ത ട്രെയിൻ പിടിക്കാനുണ്ട്. ഇത് ഡയറക്റ്റ് ട്രെയിനായിരുന്നു. അപ്പോൾ എന്തായാലും അത് കുറച്ച് നമുക്ക് പ്രതീക്ഷിക്കാതെ പെട്ടെന്നാണെങ്കിലും ഒരു ഡിസപ്പോയിൻമെൻ്റ് ആയിപ്പോയി. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് അത് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, പ്രതീക്ഷിക്കാതെ ഒരു ഡിസപ്പോയിൻമെൻ്റ് ആയിപ്പോയി. അപ്പോൾ എന്തായാലും നമ്മൾ നെക്സ്റ്റ് ട്രെയിനിൽ വെയിറ്റ് ചെയ്യുവാണ്. നമ്മളപ്പോൾ ട്രെയിനിൽ കയറി നല്ല കംഫർട്ടബിളായി. ഇനി മിസ്സാവണ്ടെന്ന് വെച്ചിട്ട് ഒരു 10 മിനിറ്റ്സ് മുന്നേ തന്നെ നമ്മൾ കയറിയിട്ടോ. ലൈക്ക് ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ ട്രെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വേഗം കയറി. ഞാൻ ഫോണൊക്കെ ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ പവർ സോക്കറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നേരെ നമ്മൾ റെഡ് ഹില്ലിലേക്കുള്ള ട്രെയിനാണിത്. നമ്മൾ എന്നിട്ട് അവിടെ നിന്ന് ട്രാൻസ്ഫർ ചേഞ്ചും ഉണ്ട് ഗാറ്റ്വിക് എയർപോർട്ടിലേക്ക്. അപ്പോൾ നമ്മൾ ബോർഡ് ചെയ്യാനായിട്ട് പോവാണ്. ഫ്ലൈറ്റ് നേരെ ടെനറി. പാരീസിൽ പോയി സത്യഭാമ നമ്മൾ ഫ്ലൈറ്റ് ബോർഡ് ചെയ്തു. ഈ ആൾക്കാരൊക്കെ പോകുന്നവരാണ്. എനിക്കാണ് നല്ല വിശക്കുന്നുണ്ടായിരുന്നു. രാവിലെ തൊട്ടൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ജസ്റ്റ് കഴിക്കാണ്. അപ്പോൾ ഫ്ലൈറ്റ് ഒരു 5 മിനിറ്റ്സിനുള്ളിൽ ടേക്ക് ഓഫ് ചെയ്യും. ഞങ്ങൾ വിൻഡോ സീറ്റിന് വേണ്ടി ഞാനും റോബിനും അടിയായിരുന്നു. അവസാനം എനിക്ക് തന്നെ കിട്ടിയ വിൻഡോ സീറ്റ്.
സോ അപ്പോൾ നമ്മൾ നമ്മുടെ റൂമിലെത്തി. നമ്മൾ KN പനോരമിക് ഹൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ടെനറിഫിലുള്ള ഹോട്ടലിലാണ് നമ്മുടെ അക്കോമഡേഷൻ 7 ഡേയ്സിനുള്ളത്. അപ്പോൾ നമ്മുടെ ട്വിൻ്റെ ട്രാൻസ്ഫറിൻ്റെ ബസ് അവർ താഴെ ഒരു എൻട്രൻസ് ഉണ്ടായിരുന്നു, അവിടെ നിന്നിട്ട് കുറച്ച് കയറ്റം ഞങ്ങൾക്ക് കയറേണ്ടി വന്നു, കുറച്ച് ഇങ്ങനെ ലഗേജൊക്കെ പിടിച്ച് നടക്കേണ്ടി വന്നു. ബട്ട് എന്നാലും ഫൈനലി നമ്മൾ റൂം കണ്ടുപിടിച്ചു. റൂം നമ്പർ 130 ആണ് നമ്മുടെ. അപ്പോൾ എന്തായാലും റൂമിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാം. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. നല്ല വിശാലമായിട്ടുള്ള റൂമാണ്. ഫ്രിഡ്ജ്, ഓവൻ, മൈക്രോവേവ് ഒക്കെ ഉണ്ട്. നല്ല ഏരിയ ഉണ്ട് കേട്ടോ. നോർമലി ലൈക്ക് ഇങ്ങനെ ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ ഉള്ള റൂമുകൾ കിട്ടുന്നത് കുറവാണ്. ലൈക്ക് നല്ല ഇഷ്ടമായി, നല്ല അടിപൊളി. ഇങ്ങനെ ഇനി ഇവിടെ നമുക്ക് ടെനറിഫ് മൊത്തം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. നമ്മുടെ ഡേ 1 at ടെനറിഫ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ റൂമിലൊക്കെ പോയി ലഗേജൊക്കെ വെച്ച് ഒന്ന് ഫ്രഷ് ആയി നമ്മൾ പുറത്തേക്ക് ഇറങ്ങാണ്. അപ്പോൾ ഇവിടെ അടുത്തായിട്ട് ഏറ്റവും നല്ലൊരു എന്താ പറയുക ഇൻട്രസ്റ്റിംഗ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ പൂളാണ്. അപ്പോൾ നമ്മൾ പൂൾ ഏരിയയിലേക്കാണ് പോകാൻ പോകുന്നത്. നമ്മുടെ ഇപ്പോൾ ഈ ഹോട്ടലിൻ്റെ തന്നെ പനോരമിക് പൂൾ ബാർ ഉണ്ട്. അപ്പോൾ അവരുടെ മെനു ആണിത്. ഈ സൈഡിൽ സ്പാനിഷ് എഴുതി വെച്ചിട്ടുണ്ട്, ഇതിനകത്ത് ഈ സൈഡിൽ ഇംഗ്ലീഷിൽ. അപ്പോൾ നമ്മൾ 2 ഡ്രിങ്ക്സും ഒരു ലൈക്ക് സ്നാക്സ് പോലത്തെ ഒരു സാധനം കൂടെ വാങ്ങാമെന്ന് വെച്ചാൽ. കാരണം ഇപ്പോൾ ഇവിടെ ഒരു ഏകദേശം ഒരു ഈവനിങ് ടൈം, നമ്മൾ വൈകുന്നേരം പിന്നെ ഫുഡ് കഴിക്കാനുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ബാർബിക്യൂ ചിക്കൻ വിങ്സ് ഓർഡർ ചെയ്യാമെന്ന് വെച്ചിരിക്കുകയാണ്. എന്തായാലും അപ്പോൾ ഫുഡ് ലൈക്ക് നമ്മുടെ ഇവിടെ വന്നിട്ട് സ്പെയിനിൽ ടെനറിഫിൽ വന്നിട്ടുള്ള ആദ്യത്തെ ഡിഷാണ്. അപ്പോൾ എന്തായാലും ഫുഡ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ ഓർഡർ ചെയ്ത് ഡ്രിങ്ക്സ് വന്നു. ഇതപ്പോൾ ഡൊറാഡ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് ഒരു ബിയറാണ്. അതുപോലെ ഇത് മാംഗോ പൈനാപ്പിൾ ജ്യൂസാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം തന്നെ ഞാൻ ജ്യൂസായിട്ട് വാങ്ങിയത്. അപ്പോൾ ജ്യൂസ് ട്രൈ ചെയ്യാം. അത്രയ്ക്ക് മധുരമൊന്നുമില്ല, ബട്ട് എന്നാലും നമ്മുടെ ഒരു ലെമൺ ടീ ഒക്കെ വരില്ലേ, അതിനകത്തൊക്കെ ആ ഒരു ഫ്ലേവർ പോലെയാണിത്. നെസ്റ്റീൻ്റെ ആയിട്ട് ഇത് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ടെനറിഫിൽ വന്നിട്ട് നമ്മുടെ ആദ്യത്തെ ഡ്രിങ്കാണിത്. ഇവിടെ നല്ലൊരു വൈബാട്ടോ. ഇവിടെ ലൈക്ക് ക്ലൈമറ്റാണ് ശരിക്കും നമ്മൾ നല്ല താങ്ക്ഫുള്ളാണ്. ഇതൊരു ഡിസംബർ ടൈമായി, ബട്ട് എന്നിട്ട് പോലും ലൈക്ക് ആ ഒരു സെപ്റ്റംബർ ഒക്ടോബർ ആ ഒരു ക്ലൈമറ്റാണ്. അത്രയ്ക്ക് അങ്ങോട്ട് തണുപ്പ് വന്നു തുടങ്ങിയിട്ടില്ല. നമുക്ക് നല്ല റിലാക്സ് ചെയ്ത് ചില്ല് ചെയ്ത് ഈവനിങ് ഒക്കെ നല്ല പൂൾ വൈബും ഒക്കെ ആയിട്ട് നല്ല ഡ്രിങ്ക്സൊക്കെ കുടിച്ച് ഫുഡൊക്കെ കഴിച്ച് നല്ല അടിപൊളി വൈബാണ്. നമ്മളതൊക്കെ എൻജോയ് ചെയ്യാണ്. ഇനിയും കുറേ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അപ്പോൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്യാപ്ചർ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത് നമ്മുടെ ഫുഡ് ബാർബിക്യൂ ചിക്കൻ വിങ്സ് വന്നിട്ടുണ്ട്. ഒരു ഡിപ്പും കൂടി ഉണ്ട്. ഇത് നമ്മൾ ലൈക്ക് ജസ്റ്റ് സ്റ്റാർട്ടേഴ്സ് പോലെ നമ്മൾ പറഞ്ഞതാണ്. കാരണം നമുക്ക് വൈകുന്നേരം ഈ നൈറ്റ് നമുക്ക് കുറേ ഫുഡും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഒരു ബാർബിക്യൂ ചിക്കൻ വിങ്സ് മാത്രമാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അവർ നമുക്ക് സെർവ് ചെയ്തു. ഇത് ഡീറ്റെയിൽ ആയിട്ട് കിട്ടി. നമ്മളപ്പോൾ നമ്മുടെ വിങ്സ് ട്രൈ ചെയ്യാണ്. എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പല സ്ഥലങ്ങളിൽ വരുമ്പോൾ സെയിം സാധനത്തിന് തന്നെ ഡിഫറെൻറ്റ് ടേസ്റ്റ് അറിയാം. ഇപ്പം നമ്മൾ നാട്ടിൽ കഴിക്കുന്ന ബാർബിക്യൂ വിങ്സിനേക്കാളും ഡിഫറെൻ്റ് ആയിരുന്നു UK-ൽ. ഇത് അതിനേക്കാളൊക്കെ ഡിഫറെൻ്റ് ആണ്. സംഭവം നല്ലതാണ്. നല്ല ക്രിസ്പി ക്രഞ്ചി ആയിട്ടുള്ള വിങ്സാണ്. സോസും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിച്ചതിൻ്റെയും ഡ്രിങ്ക്സ് കുടിച്ചതിൻ്റെയും ബില്ല് വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 15-60 യൂറോസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 11-12 പൗണ്ട്സാണ്. അപ്പോൾ നമ്മൾ പേ ചെയ്ത് ലാസ്റ്റായിട്ട് പേ ചെയ്യുന്നത്. ചില റെസ്റ്റോറൻറ്റ്സിൽ ആദ്യമേ ആയിരിക്കും പേ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, ഡ്രിങ്കൊക്കെ കഴിച്ചു. നമ്മളിപ്പോൾ വിചാരിക്കുന്നത് ഇതെന്തോ ഫ്രീ ആണോ, ഇതിലേക്ക് ഇവർ പേയ്മെൻറ്റിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ ലൈക്ക് നമ്മൾ എന്നിട്ട് അവിടെ പോയി അവരോട് പറഞ്ഞ് നമ്മൾ റെസിപ്റ്റ് വാങ്ങി നമ്മൾ പേ ചെയ്തു. അപ്പോൾ ഒരു 15.60 യൂറോ ലൈക്ക് അഫോർഡബിൾ ആണ്. നമ്മൾ ഇങ്ങനത്തെ ഒരു ഹോട്ടലിൽ ഒരു സെറ്റപ്പും കൂടി ആകുമ്പോൾ പ്രത്യേകിച്ച് ഇവിടെ നമുക്ക് സ്റ്റാർട്ടേഴ്സിനാണ് കൂടുതലും റേറ്റ് ആയത്. ഡ്രിങ്ക്സ് നല്ല ചീപ്പായിരുന്നു. നമ്മളിപ്പോൾ ഇവിടെ ഏകദേശം 7 മണി ആവാറായി. ഇപ്പോഴാട്ടോ ഒരു 6:45 ആയ സമയത്താണ് ശരിക്കും ഡാർക്ക് ആവാനായിട്ട് തുടങ്ങിയത്. UK-ൽ ഇപ്പോൾ ശരിക്കും 4:30 ആകുമ്പോഴത്തേനും ഡാർക്ക് ആവാറുണ്ട്. ഇപ്പോൾ പക്ഷേ ലൈക്ക്
ഇപ്പോഴാണൊന്ന് ലൈക്ക് നൈറ്റ് ആയത് ശരി. അപ്പോൾ നമ്മൾ ആ ഒരു നൈറ്റ് ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പോവുകയാണ്. ടെനറീഫിൽ എങ്ങനെയാണ് ലൈക്ക് ഇവിടെ എന്തൊക്കെയാണ് നൈറ്റ് സ്പെഷ്യലായിട്ടുള്ളതെന്ന് അറിയാനായിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോവാണ്. വൈബ് എല്ലാവരും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം നിങ്ങൾ. ഒരു ഓപ്ഷൻ നോക്കിയപ്പോൾ എൻ്റെ ദൈവം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മൾ ഇവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്ത് അവിടെ നിന്ന് ഏകദേശം ഒരു 17 മിനിറ്റ്സ് ഉണ്ട്. ബട്ട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് എന്ന് കേട്ടപ്പോൾ ഞങ്ങൾ ചാടി പോവാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഫുഡ് ഹണ്ടിങ്ങിലാണ്. ആ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് നോക്കി നമ്മൾ പോവാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് നമ്മൾ കണ്ടുപിടിച്ചു. ഡൽഹി ദർബാർ ഇന്ത്യൻ തന്തൂരി റെസ്റ്റോറൻ്റ് ആണിത്. നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് ടെനറീഫ്, സ്പെയിനിലുള്ള ടെനറീഫിലടക്കം ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്, അതും അത്യാവശ്യം നല്ല ഫിൽഡായിട്ടുള്ള റെസ്റ്റോറൻറ്റ്. എന്താ ഒന്നും പറയാനില്ല. എന്തായാലും നമുക്ക് റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ ചെന്ന് മെനുവും കാര്യങ്ങളൊക്കെ എന്തൊക്കെ ഫുഡാണ് വാങ്ങേണ്ടതെന്ന് നോക്കാം. ഇന്ത്യൻസ് എപ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഇന്ത്യൻ ഫുഡ് കിട്ടുമെങ്കിൽ നമ്മളത് മിസ്സാക്കില്ല. നമ്മൾ 5 മിനിറ്റ് റിസർവേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് സീറ്റ് തന്നു. ഇതൊരു ക്യാൻഡിൽ ലൈറ്റ് സെറ്റപ്പാണ്. നിങ്ങൾ ക്യാൻഡിലൊക്കെ കണ്ടില്ല. അതുപോലെ തന്നെ നമുക്ക് മെനു കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. നമ്മളപ്പോൾ ഓർഡർ ചെയ്ത ഡ്രിങ്ക്സൊക്കെ വന്നപ്പോൾ നമ്മൾ ഒരു ഡൊറാഡോ ബിയറും പിന്നെ അതുപോലെ തന്നെ മാംഗോ ലസ്സി, സ്വീറ്റ് ലസ്സിയാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ് ഞാൻ സ്വീറ്റ് ലസ്സി ട്രൈ ചെയ്യാണ്. മാംഗോൻ്റെയും നല്ല സ്വീറ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റ്. അപ്പം നമ്മുടെ ഫുഡെല്ലാം വന്നു. നമ്മുടെ ലാംബ് സിസ്ലേഴ്സാണ് നമ്മളിത് ഓർഡർ ചെയ്തത്. അതുപോലെ തന്നെ ചിക്കൻ ടിക്ക ഇൻ റോജൻ ജോഷ്, ഇത് കീമ റൈസ്, പിന്നെ ഒരു പുലാവ് റൈസ്. ഇത്ര സാധനങ്ങളാണ് നമ്മൾ വന്നത്. അവിടെ പ്രസൻറ്റേഷൻ ഒരു ഡിഫറെൻറ്റ് ലെവൽ പ്രസൻറ്റേഷൻ തന്നെയാണ്. ഈ കറിയുടെ അടിയിൽ നിങ്ങൾക്ക് ക്യാൻഡിൽ കാണാം. അപ്പോൾ ലൈക്ക് ആ ചൂടിയിൽ തന്നെ നിൽക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഫുഡ് കഴിക്കാനുള്ള പരിപാടികൾ നോക്കാം. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. നല്ല വയറ് നിറഞ്ഞു. അതിന് വയറ് നിറഞ്ഞു, മനസ്സും നിറഞ്ഞു. നല്ല കറികളൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മളിവിടെ അടുത്തൊരു സൂപ്പർ മാർക്കറ്റിലേക്ക് നമ്മൾ വന്നേക്കാണ്. സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു സ്റ്റോർ പോലെയാണ്. സ്പാനിഷിലേക്ക് വന്നു സൂപ്പർ മാർക്കറ്റിൻ്റെ സൂപ്പർ മാർക്കറ്റോ എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇങ്ങനെ കുറേ നമ്മൾ ട്രിപ്പൊക്കെ പോകുമ്പോൾ കാണുന്ന പോലത്തെ ഒരു ഷോപ്പാണ്. കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ കണ്ടോ, കുറേ ക്രീം, നിവ്യേൻ്റെ ക്രീമുണ്ട്, സൺ പ്രൊട്ടക്ഷൻ. ഞാനിതിങ്ങനെ വയ്ക്കാം എൻ്റെ വീഡിയോ. ഇന്നപ്പോൾ നമ്മുടെ സെക്കൻഡ് ഡേ ആണ് ടെനറീഫിൽ വന്നിട്ട്. അപ്പോൾ ലൈക്ക് നല്ലൊരു ക്ലൈമറ്റാണ്. കുറച്ച് കാറ്റുണ്ട്. ബട്ട് എന്നാലും നമുക്ക് ലൈക്ക് അത്യാവശ്യം കുഴപ്പമില്ല. അത്രയ്ക്ക് അങ്ങോട്ട് തണുപ്പ് UK പോലെ ഇല്ല. അപ്പോൾ എന്തായാലും നമ്മളിവിടെ ലോക്കൽ ഏരിയയും ബീച്ച് സൈഡൊക്കെ ഒന്ന് ഇന്ന് പോയി കണ്ട് ക്യാപ്ചർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ സെക്കൻഡ് ഡേ എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാം. അവിടെ നിന്ന് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അവിടെ നിന്നുള്ള സ്ട്രീറ്റിൽ കൂടെ നമ്മൾ നടക്കുകയാണ്. അപ്പോൾ ലൈക്ക് ഇവിടുത്തെ ഈ അപ്പാർട്ട്മെൻറ്റ്സ് നിങ്ങൾ കണ്ടോ, നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാ റൂംസും ഇങ്ങനെ സ്ലാൻഡിങ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്തേക്കുന്ന പോലെ തോന്നും. നല്ല വെയിലൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വെതർ തന്നെ. നമ്മൾ നല്ല ലക്കി ആയിരുന്നു. ഇന്നലെ ആയിക്കോട്ടെ ഇന്നായിക്കോട്ടെ ലൈക്ക് നല്ല വെതറാണ്. അവിടെ അപ്പുറത്ത് നമുക്കൊരു അക്വാലാൻഡ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു തീം പാർക്ക് കാണാം. വാട്ടർ തീം പാർക്കാണ് അപ്പുറത്ത്. നമ്മളിപ്പോൾ നടന്നു വരുന്ന വഴിക്ക്
ഒരു സ്ട്രീറ്റ് നിറച്ച് ഷോപ്സ്, ഇങ്ങനത്തെ നമ്മുടെ ലോക്കൽ ഷോപ്സ് കണ്ടു. അപ്പോൾ നമ്മൾ എന്തായാലും ഇങ്ങനെ ഓരോ കടകളിൽ മെയിനായിട്ട് അപ്പോൾ നമ്മുടെ ബീച്ച് സൈഡ് ബീച്ച് വെയർസൊക്കെ എല്ലാ ഷോപ്സിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേപ്പ്, സിഗാർസ്, ഡ്രിങ്ക്സ്, ക്രിസ്പ്, പിന്നെ ലഗേജസ്, ബാഗ്സൊക്കെ നല്ല €10 നല്ല ബാഗുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും ഈ സ്ട്രീറ്റ് ഒന്ന് കുറച്ച് നേരം എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മളിപ്പോൾ ഒരു നടക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ബ്രേക്ക് എടുത്തു. നമ്മളിവിടെ നമ്മുടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ വന്ന് നമ്മൾ കുറച്ച് 2 ഡ്രിങ്ക്സും അതുപോലെ തന്നെ നമ്മളിവിടുത്തെ ലോക്കൽ സ്പെഷ്യൽ ലോക്കൽ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള, അവിടെ കുറേ കോക്കും ഫാൻറ്റ മൗണ്ടൻ ഡ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളെന്നാലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നിട്ട് നമ്മൾ 2 ക്രിസ്പും വാങ്ങിയിട്ടുണ്ട്. ഇത് ലൈക്ക് സ്പാനിഷ് പോലത്തെ ആണെന്ന് തോന്നുന്നു, ലോക്കൽ ക്രിസ്പാണ്. ഇത് ടാക്കീസ് നമുക്ക് എല്ലായിടത്തും അവൈലബിൾ ആണ്. ബട്ട് ഇതിൻ്റെ ഈ ഒരു ഫ്ലേവർ നമ്മൾ UK കണ്ടിട്ടില്ല. അപ്പോൾ എക്സ്ട്രാ ഹോട്ട് ടാക്കീസില്ല. അപ്പോൾ ഇത് രണ്ടും നമ്മൾ സ്നാക്സ് ആയിട്ട് വാങ്ങി. അപ്പോൾ നമ്മളിനി അത് ട്രൈ ചെയ്യാൻ പോവാണ്. നമ്മളപ്പോൾ ബീച്ച് സൈഡിൽ ഏകദേശം എത്തി. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെയൊക്കെ ബൈക്കുകളും അതുപോലെ തന്നെ വേറൊരു വെഹിക്കിൾ പോലത്തെ, അതൊക്കെ നമുക്ക് 1 ഡേ അല്ലെങ്കിൽ 7 ഡേയ്സിലേക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് റെൻറ്റ് ചെയ്യാവുന്നതാണ്. കുറേ ആൾക്കാരൊക്കെ അത് ഓടിച്ച് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ബീച്ച് സൈഡ് എത്തിയിട്ടുണ്ട് നമ്മളിപ്പോൾ. നമ്മളിപ്പോൾ ബ്യൂട്ടി കോളൗൺ ബീച്ചിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം ബീച്ച്. അതുപോലെ തന്നെ എന്തൊരു ക്രൗഡാണെന്നറിയോ. അത് നല്ല വെതർ ആയതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ ഇവിടെ ചിലപ്പോൾ ഇത് ഡെയിലി ഇങ്ങനെ തന്നെ ആയിരിക്കും. ബട്ട് നമ്മളിങ്ങനെ വരുമ്പോൾ ഇതൊരു ഡിസംബർ ടൈമും കൂടിയല്ലേ. ലൈക്ക് അവിടെ ഇങ്ങനെ നമുക്ക് ബീച്ച് സൈഡിൽ നമുക്ക് കുറേ ബീച്ച് ആക്ടിവിറ്റീസ് നമുക്ക് കാണാനായിട്ട് പറ്റും. കംപ്ലീറ്റ്ലി വേറൊരു വൈബ് തന്നെയാട്ടോ. ലൈക്ക് ബീച്ച് എനിക്ക് ഏറ്റവും അവസാനമായിട്ട് എനിക്ക് വരുന്ന ഓർമ്മ ഞങ്ങൾ ഗോവയിൽ പോയപ്പോൾ ഉള്ളൊരു ഓർമ്മയാണ്. അല്ലാതെ UK വന്നിട്ടൊന്നും ഇങ്ങനത്തെ ഒരു അത്രയ്ക്ക് അങ്ങോട്ട് കണ്ടിട്ടില്ല. നമ്മൾ ഡോറിൽ പോയപ്പോൾ ഇതിൻ്റെ ഒരു മിനി വേർഷൻ ഉണ്ടായിരുന്നു. ബട്ട് ഇതിൽ വാസ്റ്റ് ആയിട്ടുള്ളൊരു ഏരിയയിൽ നിറച്ച് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ അവർ ബീച്ച് സൈഡിൽ അവർ സ്പായും മസാജൊക്കെ ചെയ്ത് അവർ നല്ല ചില്ല് ചെയ്ത് റിലാക്സ് ചെയ്യാണ്. സൈഡിൽ ഒരു ഡ്രിങ്കൊക്കെ കുടിച്ച് നല്ലൊരു വൈബാട്ടോ. ഇൻസ്റ്റാഗ്രാമിലപ്പോൾ കുറേ നമ്മൾ വീഡിയോസൊക്കെ കാണാറുണ്ട് ഇങ്ങനെ ഹെയർ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ലൈക്ക് നമ്മളിങ്ങനെ ഈ ബീച്ചിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ പുറകെ €20 എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ അവസാനം നമ്മൾ ബാർഗെയിൻ ചെയ്ത് €12 ഞാൻ മുടി ഹാഫ് സൈഡ് ആണ് ചെയ്തത്. അപ്പോൾ €12 മുടി നിങ്ങൾക്ക് കാണാം. ഞാൻ ആദ്യമായിട്ടാണ് ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. വീഡിയോസിലൊക്കെ കുറേ ആൾക്കാർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. നമ്മൾ ബീച്ച് സൈഡിലുള്ളൊരു റെസ്റ്റോറൻറ്റിൽ നിങ്ങൾ വന്നേക്കാണ്. ഇവിടെ അടുപ്പിച്ച് 4ഉം 5ഉം ഷോപ്സ് ഉണ്ട്, റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ തമ്മിലൊരു നമുക്ക് വൈബൊക്കെ ഇഷ്ടമായ ഒരു റെസ്റ്റോറൻറ്റ് നോക്കി വന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു ഡ്രിങ്ക്സിൻ്റെ മെനു കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 കോക്ടെയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫുഡ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ ഓർഡർ ചെയ്യാമെന്ന് വെച്ച് കഴിക്കുകയാണ്. നമ്മൾ ഓർഡർ ചെയ്ത കോക്ടെയിൽ വന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ കോക്ടെയിൽ, ടെക്കീല സൺറൈസ് എന്ന് പറഞ്ഞാൽ. ഇത് കൊക്കോ ലോക്കോ എന്ന് പറയുന്നത് കോക്കനട്ടിൻ്റെ ലിക്കറുള്ളൊരു ഡ്രിങ്ക്
ഫുഡാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ലൈക്ക് നല്ല ഏസ്തെറ്റിക് ആയിട്ട് എനിക്ക് ലൈക്ക് ഏസ്തെറ്റിക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് നോക്കിയാണ് ഞാൻ രണ്ടും വേറെ വേറെ വാങ്ങിയതാണ്. അപ്പോൾ എന്തായാലും ഇത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മുടെ എന്താ പറയുക സ്പാനിഷ് വെറൈറ്റിയിലുള്ള ആദ്യത്തെ ഡിഷാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ കഴിക്കുന്നത്. ഇന്നലെ നമ്മൾ ഇന്ത്യൻ ഫുഡായിരുന്നു കഴിച്ചത്. അപ്പോൾ ഇന്ന് വരുന്നത് ടാപ്പാസ്. പല ടാപ്പാസും ഉണ്ട്. ലൈക്ക് എന്താ പറയുക നമ്മളിപ്പോൾ ചിക്കൻ ബാബിക്യൂ എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ സിസ്ലേഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ സിസ്ലേഴ്സിൽ തന്നെ ചിക്കൻ ലാമ്പൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ടാപ്പാസ് എന്ന് പറയുന്നത് ഒരു ലൈക്ക് മെത്തേഡ് ഓഫ് കുക്കിംഗ് ആണെന്ന് ആ ഒരു ഡിഷിൻ്റെ പേരാണ് ടാപ്പാസ്. അതിനകത്ത് തന്നെ നമുക്ക് പല ഇതുണ്ട്. റോസ്റ്റ് പൊട്ടറ്റോസ്, പ്രോൺസ്, പിന്നെ അതുപോലെ തന്നെ വേറെ അങ്ങനത്തെ കുറേ സ്പ്രൗട്ട്സ് എന്തൊക്കെയോ കുറേ ഫിഷിൻ്റെ വെറൈറ്റി ഉണ്ട്. ഒക്ടോബസിൻ്റെ ഉണ്ട്. അതുപോലെ പോർക്ക് ഫില്ലറ്റ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ ഇൻ റെഡ് മോജോ ടാപ്പാസാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പോൾ ചെറിയൊരു ഇതിൽ എന്താ പറയുക ഒരു സ്റ്റാർട്ടേഴ്സായിട്ട് നമുക്ക് വാങ്ങാവുന്ന ഒരു സാധനമാണ്. അപ്പോൾ എന്തായാലും നമുക്കത് ട്രൈ ചെയ്തോ. ഒരു മിനിറ്റ് അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് സോസും അതുപോലെ തന്നെ പെപ്പർ സോൾട്ടൊക്കെ അവർ കൊണ്ടിട്ടുണ്ട്. നമുക്ക് ഇതെന്താ സോസിൻ്റെ എനിക്ക് വലിയ പിടിയില്ല. എന്തായാലും നമുക്ക് ഒഴിച്ചു നോക്കാം. കുറച്ച് പെപ്പറും കൂടെ ഇടുക. എനിക്കത് പൊട്ടിക്കാൻ പറ്റില്ല. Conheceu, após uma pergunta essa história de saúde, o coeficiente കുഴപ്പമില്ല. നമ്മുടെ ആ ഒരു മാരിനേഷനും അത്ര സ്പൈസസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. എന്നാലും സംതിങ് ഡിഫറെൻറ്റ്. അത്ര ലൈക്ക് മസാല ഒന്നും ഇല്ലാത്ത വേറൊരു ടൈപ്പ് ഓഫ് ചിക്കനാണ്. നമ്മളപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു ബില്ല് പറഞ്ഞപ്പോൾ ഒരു ബില്ലിൻ്റെ കൂടെ 2 കോംപ്ലിമെൻ്ററി ഡ്രിങ്ക്. ഇത് ജ്യൂസാണോ എന്തെങ്കിലും ലിക്കറാണോ എന്ന് നമുക്കറിയില്ല. എന്താ സംഭവം എന്ന് അറിയില്ല കേട്ടോ. നമ്മളപ്പോൾ ബീച്ച് സൈഡിൽ ഇപ്പോൾ നമ്മൾ വേറൊരു ഡ്രിങ്കും കൂടെ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മളപ്പോൾ ഈ ഷോപ്പിൽ വന്ന് നമ്മൾ 2 ഡ്രിങ്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു റുഹബ്സ, ഇവിടെ കുറേ ഇന്ത്യൻ ഡിഷുകളുണ്ട്. സമൂസ, അതുപോലെ തന്നെ റുഹബ്സ, മാംഗോ ലസ്സി. അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു കരീബിയൻ ഫിഷ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ലെമണ് മാംഗോ ഒക്കെ വരുന്ന ഒരു സംഭവം. ഇത് റുഹബ്സയാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഇത് വാങ്ങിയിട്ട് ഇവിടുന്ന് ബീച്ച് സൈഡിൽ പോയി നമ്മൾ കുറച്ച് ചില്ല് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുവാണ്. അങ്ങനെ നമ്മൾ ഈ ബീച്ചിൻ്റെ സൈഡിൽ കുറേ നമ്മൾ റൂം ചെയ്തു. ഇപ്പോഴേക്ക് ഏകദേശം ഇവിടെ ഈവനിങ് ആയി. അപ്പോൾ നമ്മൾ ഡിന്നർ കഴിക്കാനായിട്ട് വന്നേക്കാണ്. അപ്പോൾ ഇവിടെ ഒരു എന്താ പറയുക ടാപ്പാസ് മതിയപ്പോൾ തന്നെ സ്പെയിനിലെയാണ് ഏറ്റവും കൂടുതൽ റെക്കമെൻഡഡ് ഡിഷസ്. നമ്മൾ സ്പെയിൻ ആയിക്കോട്ടെ ടെനറീഫ് സ്പെഷ്യലായിട്ട് സെർച്ച് ചെയ്തപ്പം തേയിലയും ടാപ്പാസുമാണ് മെയിനായിട്ടുള്ള ഒരു ഇത് വന്നത്. അപ്പോൾ ടാപ്പാസ് നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ചായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ തേയിലയും അതുപോലെ തന്നെ വേറൊരു വെറൈറ്റി ഡിഷിൻ്റെ ഒക്ടോപ്പസിൻ്റെ ടാപ്പാസാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫുഡ് വരാനായിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ്. നമ്മളിപ്പോൾ ഓർഡർ ചെയ്ത നമ്മുടെ ഡ്രിങ്ക് വന്നു. ഇത് ബ്ലൂ ലഗൂണും പിന്നെ ഇത് ബ്ലാക്ക് റഷ്യൻ ആണ്. അപ്പോൾ നമ്മൾ ഇത് കണ്ടു. ഇതിൻ്റെ ഈ ഡെക്കറേഷൻ നല്ല രസമുണ്ട്. ഇങ്ങനെ ഫുള്ളൊരു നമ്മുടെ പഞ്ചവർണ്ണ കിളി ഒക്കെ വന്നിരിക്കുന്നത് പോലെയുണ്ട് 2 എണ്ണത്തിലും. പിന്നെ അതുപോലെ നല്ല ഇങ്ങനെ ലോങ് ആയിട്ടുള്ളൊരു ഗ്ലാസ്സിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം.
ബ്ലാക്ക് ഫിഷ് മൊത്തം കുറച്ച് കയ്പ്പ് പോലെയുണ്ട്, പക്ഷെ എന്നാലും പോക്കിൻ്റെ ഒരു ടേസ്റ്റ് ഉള്ളാനും വലിയ കുഴപ്പമില്ല കേട്ടോ. നമ്മളിപ്പോൾ ഓർഡർ ചെയ്ത് നമ്മുടെ ഫുഡൊക്കെ വന്നു. ഇതാണ് അപ്പോൾ തേയില. അപ്പോൾ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഓയിസ്റ്റർ, പ്രോൺസ്, പിന്നെ ചിക്കൻ വിത്ത് റൈസാണ്. തേയില എന്ന് പറയുമ്പോൾ എല്ലാവരും വിത്ത് റൈസാണ് വരുന്നത്, അതാണ് തേയില. പിന്നെ അതുപോലെ തന്നെ ഇത് നിങ്ങൾ കണ്ടോ, നമ്മൾ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒക്ടോപ്പസിൻ്റെ ഒരു ഡിഷ് നമ്മൾ വന്നത്. നമ്മളിപ്പോൾ കൊച്ചിയിലൊക്കെ ഏതൊക്കെയോ റെസ്റ്റോറൻറ്റ്സിൽ ഇത് വന്നിട്ടുണ്ട്, നമ്മൾ കണ്ടായിരുന്നു. ബട്ട് ഇതുവരെ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും ഇത് ഒക്ടോപ്പസ് കണ്ടിട്ട് ശരിക്കും നമ്മുടെ ഒരു സ്ക്വിഡ് അല്ലെങ്കിൽ ലൈക്ക് നല്ല എന്താ പറയുക കുണ്ടലിലൊക്കെ നല്ല ഫ്രഷ് മീനിൻ്റെ ഒരു ഇത് പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് തേയിലയും ഇത് ഒക്ടോപ്പസിൻ്റെ ടാപ്പാസും നമ്മളിപ്പോൾ ലൈഫിൽ ആദ്യമായിട്ടാണ്. ഇത് രണ്ടും സ്പാനിഷ് വെറൈറ്റിയാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഇത് ട്രൈ ചെയ്യാൻ പോകുന്നത്. ട്രൈ ചെയ്യട്ടെ. ഞാൻ കുറച്ച് റൈസും പിന്നെ ചിക്കൻ്റെ ഒരു ഇതാണ് എടുത്തേക്കുന്നത്. ഒരു ഡിഫറെൻറ്റ് ഫ്ലേവർ. നമ്മുടെ ആ ഒരു മസാലേൻ്റെ ആ ഒരു ഇതൊന്നുമില്ല. ചിക്കനൊക്കെ ബീഫൊക്കെ ഉണ്ടോയെന്ന് സംശയമുണ്ട്, കാരണം ചിക്കൻ്റെ ഒരു ഫ്ലേവർ അല്ല വരുന്നത്. അവിടെ എന്നാലും കുഴപ്പമില്ല. റൈസൊക്കെ നമ്മുടെ എന്താ പറയുക നല്ല വെന്ത് ഒരു സോസൊക്കെ നല്ല റിച്ച് ആയിട്ടുള്ള സോസാണ്. ആ റൈസൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നമുക്ക് ഒക്ടോപ്പസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആദ്യമായിട്ടാണ് കുഴപ്പമില്ല കേട്ടോ. ഒരു ചെറിയൊരു റോ ടേസ്റ്റ്, റോ അല്ല എന്താ പറയുക, ഒരു വേറൊരു ടേസ്റ്റാണ്. ലൈക്ക് ഒരു പച്ചപ്പൂവില്ലേ, പച്ചച്ചൊക്ക, അതുപോലത്തെ ഒരു ടേസ്റ്റാണ്. പക്ഷെ എന്നാലും അതിനകത്ത് അവർ വെച്ചേക്കുന്ന സോസും കാര്യങ്ങളും നല്ലതാണ്. കുഴപ്പമില്ല. Happy life, happy life. Only man is happy, something is wrong. I think everything is wrong. Right, could I have the marinara? Could I please നമ്മൾ ഉച്ചയ്ക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഫുഡൊക്കെ കഴിച്ച് ബില്ല് പേ ചെയ്യാൻ നേരത്തെ ഒരു കോംപ്ലിമെൻ്ററി ഡ്രിങ്ക് അവർ തന്നായിരുന്നു എന്ന്. അപ്പോൾ ഇപ്പോഴും നമുക്കൊരു അപ്പോഴാണ് മനസ്സിലായത് എനിക്ക് തോന്നുന്നു സ്പെയിനിൻ്റെ അല്ലെങ്കിൽ ടെനറൈഫിൻ്റെ ആ ഒരു എന്താ പറയുക ഇവിടെ എല്ലായിടത്തും എല്ലാ റെസ്റ്റോറൻറ്റ്സും ഓൾമോസ്റ്റ് എല്ലായിടത്തും തന്നെ ഇങ്ങനെ നമ്മൾ ബില്ല് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു കോംപ്ലിമെൻ്ററി ഡ്രിങ്ക് കിട്ടുന്നുണ്ട് ഓരോ ഷോട്ട്സ്. അപ്പോൾ എന്തായാലും അതൊരു അടിപൊളി സംഭവമല്ലേ. ലൈക്ക് നമ്മൾ യു കെയിലൊന്നും ഇങ്ങനെ ഇല്ല കേട്ടോ, നാട്ടിലൊന്നും ഇങ്ങനെ ഇല്ല. അപ്പോൾ എന്തായാലും അത് സ്പെയിനിൻ്റെ ഒരു ഡിഫറെൻറ്റ് ഒരു ഇതാണ്. അങ്ങനെ നമ്മൾ ഇന്നത്തെ ഡേ മൊത്തം പ്യോർട്ടി കൊളോൺ ബീച്ച് സൈഡിൽ നമ്മൾ സ്പെൻഡ് ചെയ്തു. നമ്മൾ രാവിലെ പോയതാണ്, പിന്നെ അത് ഇപ്പോൾ നൈറ്റ് ഇപ്പോൾ ഒരു ഏകദേശം 10 മണി ആവാറായപ്പോഴാണ് നമ്മൾ തിരിച്ചു വരുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം മൊത്തം നമ്മൾ എൻജോയ് ചെയ്തു കംപ്ലീറ്റ്. ശരിക്കും ആദ്യത്തെ ദിവസമാണ് നമ്മൾ ടെനറീഫ് എക്സ്പ്ലോർ ചെയ്യുന്ന ഫസ്റ്റ് ഡേ ആണ്. ഇന്നലെ നമുക്ക് വന്നിട്ട് ഫ്ലൈറ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ ആകെ റെസ്റ്റിംഗ് മോഡിലായിരുന്നു. ഇന്നാണ് ജസ്റ്റ് നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങി ആ ഒരു ഏരിയ മൊത്തം നമ്മൾ കവർ ചെയ്തു, കംപ്ലീറ്റ്ലി ഹാപ്പിയായി. അപ്പോൾ ഇതാണ് ഞാൻ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ അപ്പാർട്ട്മെന്റിന്റെ റൂമിന്റെ ബാക്കിലുള്ള ആ ഒരു വ്യൂ. ഇതാണ് ആ ഒരു വ്യൂ വരുന്നത്, കോസ്റ്റ ഡിജന്റെ ഒരു വ്യൂ വരുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം ഞങ്ങൾ അടിച്ചു പൊളിച്ചു. നാളേക്ക് ഇനി കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ എക്സൈറ്റഡ് ആണ്.